ഹായ് ഓൾ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം പെറ്റിക്കോട്ടിൻ്റെ പാറ്റേൺ മേക്കിംഗ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാന്നുള്ളത് നോക്കിയില്ലേ? അപ്പോൾ അതിൽ ഒരുപാട് പേര് ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ബോഡിയിൽ നിന്ന് മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കുക എന്നുള്ളത് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞിട്ട്. പേഴ്സണലായിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഇതിന് മുന്നേ നമുക്ക് ഇതുപോലെയുള്ള കമൻറ്റ്സ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് എന്തായാലും അങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അതിന് മുന്നേയായിട്ട് നിങ്ങൾ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ ഇപ്പോൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോസ് എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ്. അതായത് നമ്മൾ ഫാഷൻ ഡിസൈനിങ്ങിൻ്റെ ബേസിക്സ് മുതൽ തിയറി ക്ലാസ്സസ് മുതൽ തന്നെ നമ്മൾ ഓരോ എപ്പിസോഡ്സ് ആയിട്ടും അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമൻറ്റ്സ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇറ്റ്സ് മീ ഫർഹാന ഷിഹാബ്. വെൽക്കം ടു ലിറിയ ഫാഷൻസ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് നമ്മൾ ബോഡിയിൽ നിന്ന് എങ്ങനെ മെഷർമെൻറ്റ് എടുക്കാം എന്നുള്ളതാണ് കാണിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഇതെൻ്റെ മോളാണ്. എൻ്റെ മോളെ വെച്ചുകൊണ്ടാണ് ഞാൻ എങ്ങനെ മെഷർമെൻറ്റ്സ് എടുക്കാം എന്നുള്ളത് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ടാപ്പാണ്, മെഷറിംഗ് ടാപ്പാണ്. അത് എല്ലാവരുടെ കയ്യിലും ഉണ്ടാവുമല്ലോ. അപ്പം ഫസ്റ്റ് ഞാനിതൊന്ന് കാണിച്ചു തരാം. മെഷറിംഗ് ടാപ്പിനെ ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. എല്ലാവർക്കും അറിയായിരിക്കും, എന്നാലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. ഇതാണ് നമ്മുടെ ഇഞ്ചസ് ആയിട്ട് വരുന്നത്. ഈ ഡിസ്റ്റൻസിൽ വരുന്ന ഇതുണ്ടല്ലോ, മെഷർമെൻറ്റ്സ് ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഇഞ്ചസ് ആയിട്ട് എടുക്കുന്നത്. ഇത് സെൻറ്റിമീറ്റേഴ്സ് ആണ്. അപ്പോൾ നോർമലി നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പം ഇഞ്ചസിലാണ് എടുക്കാറുള്ളത്. പിന്നെ നമ്മളിവിടെ ബേസിക് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കുറച്ച് മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. നമ്മൾ ഓരോ ഡ്രസ്സസും ഡിസൈൻ ചെയ്യുന്നതിനനുസരിച്ചിട്ട് അതിനെടുക്കേണ്ട മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വ്യത്യാസം വരും. അപ്പോൾ ഇപ്പം നമ്മൾ ബേസിക് ആയിട്ട് നോർമലി ഒരു ഡ്രസ്സിന് എടുക്കുന്ന മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് മെഷർമെൻറ്റ് എടുക്കാം. ഫസ്റ്റ് നമ്മൾ ഫുൾ ലെങ്ത് ആണ് നോക്കുന്നത്. അപ്പോൾ ഫുൾ ലെങ്ത് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ ഒരു ഷോൾഡർ ഉണ്ടല്ലോ, ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ നമ്മുടെ ടാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ഫുൾ ലെങ്ത് വേണ്ടത്, നീ ലെങ്ത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് മെഷർ ചെയ്യാം. അല്ല ക്രോപ്പ് ടോപ്പൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ നമുക്ക് മെഷർമെൻറ്റ് എടുക്കാം. ഫുൾ ലെങ്ത്തിലാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പോൾ ഫുൾ ലെങ്ത്ത് നമുക്ക് അങ്ങനെ മെഷർ ചെയ്യാം. പിന്നെ നമുക്ക് നോക്കേണ്ടത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത്തും ഞാൻ ഫുൾ ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ ടാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കുക. എന്നിട്ട് ഏകദേശം നമ്മൾ അരവണ്ണം മെഷർ ചെയ്യുമല്ലോ, അവിടെ ആ ഒരു ലെങ്ത്താണ് നമ്മൾ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇവൾക്ക് ഏകദേശം 10 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ നമ്മൾ അരവണ്ണം നമ്മൾ മെഷർ ചെയ്യുന്നത് ബോഡിയുടെ ഏറ്റവും തിന്നറായിട്ടുള്ള പോർഷനിലാണ്. അതായത് നമ്മൾ ഇങ്ങനെയാണല്ലോ നമ്മുടെ ബോഡി വരുന്നത്, വേസ്റ്റ് പോർഷൻ ഇങ്ങനെയാണല്ലോ വരുന്നത്. അപ്പോൾ അതിൽ ഏറ്റവും തിന്നറായിട്ടുള്ള പോർഷനിലാണ് നമ്മൾ അരവണ്ണമായിട്ട് വേസ്റ്റ് റൗണ്ടായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അതുവരെയുള്ള ലെങ്ത്താണ് നമ്മൾ വേസ്റ്റ് ലെങ്ത് ആയിട്ട് എടുക്കുന്നത്. പിന്നെ നമുക്ക് ഞാനിവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ, അങ്ങോട്ട് നോക്കുന്നത്. പിന്നെ നമുക്ക് വരുന്നത് ആം ഹോൾ റൗണ്ടാണ്. അപ്പോൾ ആം ഹോൾ റൗണ്ട് നമ്മൾ എടുക്കുമ്പം നമ്മൾ ആളോട് ഇങ്ങനെ കൈയൊന്ന് പൊക്കാൻ പറയുക, അതിനുശേഷം ഒന്ന് താഴ്ത്തി വയ്ക്കാൻ പറയുക. എന്നിട്ട് വേണം നമ്മൾ ആം ഹോൾ റൗണ്ട് എടുക്കാൻ വേണ്ടിയിട്ട്. ആം ഹോൾ റൗണ്ട് എടുക്കുമ്പം എപ്പോഴും നല്ല ടൈറ്റിൽ എടുക്കാണ്ടിരിക്കുക, ചെറിയൊരു ലൂസ് കൊടുത്തിട്ട് എടുക്കുക. അത് വിചാരിച്ച് നല്ല ലൂസ് കൊടുക്കണം എന്നല്ല, ചെറിയൊരു 1/2 ഇഞ്ച് മാക്സിമം ഒരു 1/4 ഇഞ്ച് ലൂസിൽ നമ്മുടെ ആം ഹോൾ റൗണ്ട് എടുക്കുക. പിന്നെ നമുക്ക് എടുക്കാനായിട്ടുള്ളത് നമ്മുടെ ഷോൾഡറാണ്. ഷോൾഡർ നമുക്ക് ഈ ഒരു ബോൺ ഉണ്ടല്ലോ, 2 ഷോൾഡറിൻ്റെയും അവിടെ വരുന്ന ആ ഒരു ബോൺ ഉണ്ടല്ലോ, ആ ഒരു ബോണിൻ്റെ എൻഡിൽ ഒരു ബോണിൻ്റെ എൻഡ് തൊട്ടിട്ട് മറ്റേ ബോണിൻ്റെ എൻഡ് വരെ അങ്ങനെയാണ് നമ്മൾ ഷോൾഡർ മെഷർ ചെയ്യുക. ഇതുപോലെ ബാക്കിൽ വെച്ചിട്ടാണ് കേട്ടോ ഷോൾഡർ മെഷർ ചെയ്യുക. ഇതുപോലെ ഫുള്ള് മെഷർ ചെയ്തതിന് ശേഷം നമ്മൾ ഡ്രസ്സ് ചെയ്യുമ്പം അത് ഹാഫ് ആക്കിയിട്ട് എടുത്തിട്ടാണ് നമ്മൾ ചെയ്യാറുള്ളത്. അത് നമ്മൾ ചെയ്യുമ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതുപോലെ നമ്മൾ ബാക്കിൽ വെച്ചിട്ടാണ് ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ്സ് എടുക്കാറുള്ളത്. പിന്നെ നമുക്ക് മെഷർമെൻറ്റ് വേണ്ടത് നെക്ക് വിഡ്ത്താണ്. നെക്ക് വിഡ്ത്ത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. ചിലർക്ക് വൈഡായിട്ടുള്ള നെക്കായിരിക്കും, ചിലർക്ക് കുറച്ചൊരു അത്ര വൈഡൊന്നും അല്ലാത്ത കുറച്ചൊരു ഒതുങ്ങി നിൽക്കുന്ന നെക്കൊക്കെ ആയിരിക്കും വേണ്ടത്. അപ്പോൾ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ചും അതുപോലെ തന്നെ ഓരോ നെക്കിൻ്റെ ഡിസൈൻസിനനുസരിച്ചിട്ടുമാണ് നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കാറുള്ളത്. അപ്പം നെക്ക് വിഡ്ത്ത് നമുക്ക് ബാക്കിൽ നിന്ന് ഇതുപോലെ എടുക്കാവുന്നതാണ്. ഫ്രണ്ടിൽ നിന്നല്ല നമ്മൾ നെക്ക് വിഡ്ത്ത് എടുക്കാറുള്ളത്, ബാക്കിൽ നിന്ന് ഇതുപോലെ എടുക്കും. അതുപോലെ നെക്ക് ഡെപ്ത്തും നമുക്ക് ഈ ഒരു നമ്മൾ ഫുൾ ലെങ്ത്തും വേസ്റ്റ് ലെങ്ത്തും ഒക്കെ എടുത്തല്ലോ ഈ ഒരു ഷോൾഡറിൻ്റെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട്, അതുപോലെ സെൻറ്റർ പോർഷനിൽ വെച്ചിട്ട് നമുക്ക് നെക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നെക്ക് ഡെപ്ത്തും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് ചെസ്റ്റ് റൗണ്ടാണ്. ചെസ്റ്റ് റൗണ്ട് എടുക്കുമ്പോൾ
നമ്മൾ ഈ ഒരു ആം ഹോളിൻ്റെ ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഇവിടെ നിന്നാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുക്കാറുള്ളത്. ഇങ്ങനെ നമ്മൾ ആരുടെയാണോ എടുക്കുന്നത് അവരെ കൈ താഴ്ത്തിയിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട്. കൈ താഴ്ത്താൻ പറയുക, എന്നിട്ട് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുക. അങ്ങനെയാണ് ചെസ്റ്റ് റൗണ്ട് മെഷർ ചെയ്യാറുള്ളത്. അതും തന്നെ ഭയങ്കര ടൈറ്റിൽ എടുക്കാൻ പാടില്ല. ചെറിയൊരു അര ഇഞ്ച് ലൂസൊക്കെ വെച്ചിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരുപാട് ലൂസ് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മൾ പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഈസ് എലവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. നമ്മൾ പെറ്റിക്കോട്ട് ചെയ്തപ്പോഴും സമ്മർ ഫ്രോക്ക് ചെയ്തപ്പോഴൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈസ് എലവൻസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ലൂസായിട്ട് എടുക്കേണ്ട ആവശ്യമില്ല. ഒരു അര ഇഞ്ചൊക്കെ ഒരു ലൂസിൽ, അതായത് നമ്മുടെ ഈ ഒരു വിരലുണ്ടല്ലോ, ഈ 3 വിരലും നമ്മുടെ ഈ ഒരു ടാപ്പിന് ഉള്ളിൽ വരുന്ന രീതിയിൽ വേണം വെക്കാൻ വേണ്ടിയിട്ട്. അത്ര ഒരു ലൂസ് മതി. പിന്നെ നമുക്ക് എടുക്കാനുള്ളത് വേസ്റ്റ് ലെങ്ത് ആണ്. വേസ്റ്റ് ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേസ്റ്റ് ലെങ്ത് പിന്നെ നമുക്ക് എടുക്കാനുള്ളത് വേസ്റ്റ് റൗണ്ട് ആണ്. വേസ്റ്റ് റൗണ്ട് ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ വേസ്റ്റ് ലെങ്ത് എടുത്ത ആ ഒരു പോർഷനിൽ ഇതുപോലെ നമ്മൾ ചെസ്റ്റ് റൗണ്ട് എടുത്തില്ലേ, അതുപോലെ ഈ 3 വിരൽ ഉള്ളിൽ വരുന്ന രീതിയിൽ വെച്ചതിന് ശേഷം വേസ്റ്റ് ലെങ്ത്തും എടുക്കാവുന്നതാണ് കേട്ടോ. പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ സ്ലീവ് ലെങ്ത് ആണ്. സ്ലീവ് ലെങ്ത് ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഷോൾഡറിൻ്റെ മെഷർമെൻറ്റ് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ. ഈ ഒരു ഷോൾഡറിൻ്റെ എൻഡിൻ്റെ ഈ ഒരു ബോണിൻ്റെ എൻഡ് തൊട്ടിട്ട് നെക്സ്റ്റ് ബോണിൻ്റെ എൻഡ് വരെ, അങ്ങനെയാണല്ലോ നമ്മൾ ഷോൾഡർ എടുത്തത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബോണിൻ്റെ എൻഡിൽ നമ്മുടെ ടാപ്പ് സ്റ്റാർട്ടിങ് പോയിന്റ് വെക്കുക. എന്നിട്ട് നമുക്ക് എത്രയാണോ ലെങ്ത് വേണ്ടത്, സ്ലീവ് ലെങ്ത് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് എടുക്കാം. ഹാഫ് ആണെന്നുണ്ടെങ്കിൽ അതിന് ഹാഫ് എടുക്കാം, അല്ല 3/4 ആണെങ്കിൽ അങ്ങനെ എടുക്കാം, ഫുൾ സ്ലീവ് ആണെങ്കിൽ അങ്ങനെ എടുക്കാം. അങ്ങനെയാണ് നമ്മൾ സ്ലീവിൻ്റെ ലെങ്ത്ത് കണ്ടുപിടിക്കുന്നത്. പിന്നെ നമ്മൾ സ്ലീവ് റൗണ്ട് കണ്ടുപിടിക്കും. സ്ലീവ് റൗണ്ട് കണ്ടുപിടിക്കുന്നത് നമ്മൾ ലെങ്ത്ത് എത്രയാണോ, ഇപ്പോൾ നമ്മൾ ഹാഫ് സ്ലീവ് ഇത്രയാണ് ലെങ്ത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ വേണം നമ്മൾ സ്ലീവ് റൗണ്ട് കണ്ടുപിടിക്കാൻ. അതല്ല നമുക്ക് 3/4 ആണ്, ഈ ഒരു പോർഷനിലാണ് നമ്മൾ ലെങ്ത്ത് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ ഒരു പോർഷനിൽ വിഡ്ത്ത് വേണം നമ്മൾ, സ്ലീവ് വിഡ്ത്ത് വേണം നമ്മൾ കണ്ടുപിടിക്കാൻ, അതായത് സ്ലീവിൻ്റെ റൗണ്ട് കണ്ടുപിടിക്കാൻ. അല്ല ഫുൾ സ്ലീവ് ആണെങ്കിൽ ഈ ഒരു പോർഷനിൽ കണ്ടുപിടിക്കണം. ഇത്രയേ ഉള്ളൂ നമ്മുടെ മെഷർമെൻറ്റ്സ് വരുന്നത്. പിന്നെ നമുക്ക് ചുരിദാറിൻ്റെ ടോപ്സ് ഒക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സ്ലിറ്റ് റൗണ്ട് നമുക്ക് കണ്ടുപിടിക്കണം. അതായത് നമ്മൾ സ്ലിറ്റ് റൗണ്ട് അല്ല, സ്ലിറ്റ് ലെങ്ത്ത് നമ്മൾ കണ്ടുപിടിക്കണം. അതായത് നമ്മൾ ഓപ്പൺ കൊടുക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അത് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പോൾ അതും ഈ ഒരു സെയിം വേ തന്നെയാണ്. ഇവിടെ നമ്മുടെ മെഷറിംഗ് ടാപ്പ് വെക്കുക, എന്നിട്ട് എത്രയാണോ നമുക്ക് സ്ലിറ്റ് വേണ്ടത് അതിനനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അത്രയേ ഉള്ളൂ. പിന്നെ നമുക്ക് പാൻറ്റൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് പാൻറ്റിൻ്റെ ലെങ്ത് ആണ് ആവശ്യമായിട്ടുള്ളത്. അത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ വേസ്റ്റ് ലെങ്ത്ത് നമ്മൾ എടുത്തല്ലോ ആ ഒരു എൻഡിങ് പോയിന്റിൽ, അതായത് നമ്മൾ വേസ്റ്റ് റൗണ്ട് ചെയ്തല്ലോ ആ ഒരു പോയിന്റിൽ നമ്മുടെ ടാപ്പിൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ് വെച്ചതിന് ശേഷം എത്രയാണോ ലെങ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് എടുക്കാം. ഫുള്ളായിട്ട് വേണം എന്നുണ്ടെങ്കിൽ ആ ഒരു ലെങ്ത്ത് എടുക്കാം, അല്ല ആംഗിൾ പോയിന്റ് അങ്ങനെ മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ചും ഓരോ ഡിസൈൻസിനനുസരിച്ചിട്ടും ആയിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് പാൻറ്റ് ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത് വേസ്റ്റ് റൗണ്ടാണ്. അപ്പോൾ വേസ്റ്റ് റൗണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നോർമലി ചെയ്യുന്നത് പോലെ തന്നെ വേസ്റ്റ് റൗണ്ട് നമ്മൾ എടുക്കും. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ ബേസിക് ആയിട്ടും മെഷർമെൻറ്റ്സ് എടുക്കുന്ന രീതി എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഞാൻ കുറച്ച് സ്പീഡായി തോന്നുന്നു, കാരണം ഇവിടെ ഇടി പൊട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തിരി സ്പീഡായി പോയത്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പ് ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേര് അതിൽ ജോയിൻ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയുടെ താഴെ വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ആവാം. നമുക്ക് വരുന്ന ഡൗട്ട്സും നിങ്ങൾ ചെയ്തേക്കുന്ന വർക്ക്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. അപ്പം ഈ ഒരു മെഷർമെൻറ്റ്സ് എങ്ങനെ എടുക്കാം എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുകയാണ്. മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റിലൂടെ പറയണം. ഞാൻ കുറച്ച് സ്പീഡായി എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഇടി പൊട്ടുന്നുണ്ട്, അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി സ്പീഡായി പോയത്. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. പിന്നെ ഒരു കാര്യമുണ്ട് കേട്ടോ, നമ്മൾ മെഷർമെൻറ്റ് എടുക്കുമ്പോൾ നമ്മളെപ്പോഴും നോർമലായിട്ടുള്ള ഡ്രസ്സസ് വേണം വെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ഷർട്ട്സും ജീൻസും അങ്ങനെ എന്തെങ്കിലും ഒരു നോർമൽ ആയിട്ടുള്ളത്, അതല്ലാതെ നമ്മൾ ഫാൻസി ടൈപ്പ് ഡ്രസ്സസൊക്കെ, അതായത് കുറച്ചൊരു പാർട്ടി വെയർ ഡ്രസ്സസൊക്കെ നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മെഷർമെൻറ്റ്സ് എടുക്കുമ്പം ആ ഒരു കറക്റ്റ് ഇത് കിട്ടിക്കൊള്ളണമെന്നില്ല. മഴ പെയ്ത് തുടങ്ങി, എൻ്റെ സൗണ്ട് നിങ്ങൾക്ക് കേൾക്കുന്നുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പം നമ്മൾ മെഷർമെൻറ്റ്സ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ കുറച്ചൊരു പാർട്ടി വെയർ അല്ലാത്ത ഒരു കാഷ്വൽ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസൊക്കെ വെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഫാഷൻ ഡിസൈനിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ നിങ്ങൾ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം. മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് മാത്രമാണ് നമുക്കുള്ളത് കേട്ടോ.
അപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ചോദിക്കാം കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കമന്റ്സ് തീർച്ചയായിട്ടും നമ്മുടെ കമന്റിലൂടെ അറിയിക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായോ ഇല്ലേ എന്നൊക്കെയുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമന്റിലൂടെ അറിയിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ വീഡിയോസ് കൂടുതൽ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അപ്പം നെക്സ്റ്റ് ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.